ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പിസ്താച്ചോ ഗീ കുക്കീസ് ആണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കുക്കി ഐറ്റമാണ് പിസ്താച്ചോ ഗീ കുക്കീസ്. അത് തന്നെയല്ല, വീട്ടിലിത് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പിസ്താച്ചോ ഗീ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിസ്താച്ചോ ഗീ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിസ്താച്ചോ ഗീ കുക്കീസ് തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് മൈദ ചേർക്കാം. മൈദയിലേക്ക് മധുരത്തിന് ആവശ്യമായ ഐസിങ് ഷുഗർ ചേർക്കാം. ശേഷം ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 3 പ്രാവശ്യം ഒരു അരിപ്പയിൽ കൂടി ഇങ്ങനെ അരിച്ചെടുത്ത പൊടിയിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ പിസ്ത ഇലൈച്ചി എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കളറോട് കൂടിയുള്ള ഒരു എസൻസ് ആണ്. അതൊരു 3-4 ഡ്രോപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഡോ പരുവത്തിലാക്കിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പരുവത്തിലായി കിട്ടും നമുക്ക്. ഇങ്ങനെ തയ്യാറാക്കിയ ഡോയിൽ നിന്ന് 20 ഗ്രാം അളവിൽ ഓരോ ചെറിയ ബോളുകളാക്കി അതിലേക്ക് ചോപ്പ് ചെയ്ത പിസ്ത ചേർത്ത് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ കൊണ്ടൊന്നും പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇതുപോലെ ബോളായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം. ബേക്കായി കിട്ടുമ്പോൾ അത് നല്ല കറക്റ്റ് ഷേപ്പിലായി വന്നോളൂ. എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ശേഷം 180 ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കുക്കീസാണ് പിസ്താച്ചോ ഗീ കുക്കീസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കുക്കീസിൻ്റെ ഷേപ്പ് മാറി വരുന്നത് കാണാൻ സാധിക്കും. കുക്കീസ് ബേക്കിംഗ് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം കുക്കീസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ചേർന്നിരിക്കും. അങ്ങനെ നമ്മുടെ പിസ്താച്ചോ ഗീ കുക്കീസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടോടെ ഇരിക്കുവാണ്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. കുക്കീസ് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആകുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ കുക്കീസ് എല്ലാം തണുത്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുക്കീസാണ്. എന്ത് ഭംഗിയല്ലേ ഈ കുക്കീസ് കാണാനായിട്ട്. അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കുക്കീസാണ്. ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കിയൊക്കെ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ പിസ്താച്ചോ ഗീ കുക്കീസിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇത് ട്രൈയും കൂടി ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ ചേർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.